ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരത്തേക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അതായത് വൈകുന്നേരം കുറച്ച് നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ അനിയത്തിയുടെ വയറ് കാണലാണെന്ന്. അപ്പോൾ അവിടുന്ന് അവളെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. നമ്മളിവിടെ ഭയങ്കര ഫങ്ഷനായിട്ടും വലിയ പാർട്ടി ആയിട്ടൊന്നും ഈ വയറ് കാണൽ ചടങ്ങ് നടത്താറൊന്നുമില്ല. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളും ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ഈവനിങ്ങിൽ വരും. അപ്പോൾ അവർക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉമ്മാൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ കാലത്തെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ മസാല ആക്കാനുള്ള മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും വിനാഗിരി ഉണ്ടോ ചേർക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് ഗരം മസാലയുടെ പൊടി കേട്ടോ. അതൊക്കെ എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ ചേർക്കുന്നതാണ്. അതൊന്നും ചേർക്കുമോ, ചിലർ ചേർക്കും ചിലർ ചേർക്കില്ല, അങ്ങനെ തോന്നുന്നു. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ഞാൻ ഇവിടെ സുർക്ക വിനാഗിരി ആട്ടോ എടുത്തിട്ടുള്ളത്. ഏറ്റവും ബെറ്റർ നമുക്ക് ചെറുനാരങ്ങയുടെ നീരാണ്. ഞങ്ങളടുത്ത് ചെറുനാരങ്ങ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഉപ്പാനെ കടയിൽ പറഞ്ഞയക്കാൻ പറ്റാത്തത് കൊണ്ടും നിങ്ങൾ കുറച്ച് വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കളർ കുറവാണെന്ന് കണ്ടപ്പോൾ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പത്തിരി, പൊറോട്ട, ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസ് ആട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കണമെന്ന് വൈകുന്നേരത്തേക്ക്. അപ്പോൾ പത്തിരി പരിപാടിയിലാണ് ഞാനും എൻ്റെ ഉമ്മയും കൂടെ. അപ്പോൾ ഞാനിങ്ങനെ പ്രസ്സിൽ അമർത്തി കൊടുത്ത് ഉമ്മ അങ്ങനെ പരുത്തിയൊക്കെ ചെയ്തു. പിന്നെ വെള്ളപ്പം നമ്മൾ രാവിലെ തന്നെ മാവ് അരച്ച് വെച്ചിരുന്നു. അങ്ങനെ വെള്ളപ്പം ചുട്ടു, ചപ്പാത്തി ചുട്ടെടുത്തു. അങ്ങനെ ഇതൊക്കെ പിന്നെ ഒരു ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടാട്ടെ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ പിന്നെ ഉമ്മ ഫിഷൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു. ഇവിടെ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓവറോൾ എല്ലാം അവർ വന്നതിൻ്റെ ദിവസം നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ പൊറാട്ടയും കുറച്ച് കൊടുന്നു. അങ്ങനെ കറി ഉണ്ടാക്കുന്നതും അങ്ങനെ എല്ലാം ഇതും കൂടി ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ട് ഞാനൊരു ചെറിയൊരു മിനി വ്ളോഗ് ആക്കിയാണ്. അങ്ങനെ അവർ വന്ന് ചായയൊക്കെ കുടിച്ച് പോയതിൻ്റെ ശേഷം പിന്നെ അവർ കൊടുക്കുന്ന ഫുഡ് ഐറ്റംസൊക്കെ തിന്നണ തിരക്കിലേന്നിട്ട് ഞാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.